ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് ഓപ്പറേഷൻ തൂഫാൻ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കേരള സർക്കാർ നടപ്പിലാക്കുന്ന ലഹരിവിരുദ്ധ പോരാട്ടത്തിന്റെ ഭാഗമായ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് സംഘടിപ്പിച്ച ബോധവൽക്കരണ പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം.വി. സരള ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് വ്യാപകമായി കൊണ്ടിരിക്കുന്ന മയക്കുമരുന്ന് ഉപയോഗത്തെ എത്രയും വേഗത്തിൽ തുടച്ചു നീക്കുന്നതിനായി സർക്കാർ, പോലീസ്, എക്സൈസ്, ആരോഗ്യ മേഖലകൾ എന്നിവ ഒന്നിച്ചു ചേർന്ന് നടപ്പിലാക്കുന്ന സമഗ്ര പദ്ധതിയാണ് ഓപ്പറേഷൻ തൂഫാൻ എന്ന് അവർ ഉദ്ഘാടന പ്രസംഗത്തിൽ വ്യക്തമാക്കി. ജനങ്ങളിലേക്ക് ലഹരിവിരുദ്ധ സന്ദേശം എത്തിക്കുക എന്നതാണ് ഇത്തരം പരിപാടികളുടെ പ്രധാന ലക്ഷ്യമെന്നും അവർ കൂട്ടിച്ചേർത്തു. കേരളത്തിലെ ഗവൺമെന്റ് നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ നമുക്കൊക്കെ അറിയാം. കേരള സംസ്ഥാനത്ത് മയക്കുമരുന്ന് വ്യാപകമായി പ്രചരിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് അതിനെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി കേരളത്തിലെ ഗവൺമെന്റും അതുപോലെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റ്, എക്സൈസ്, ആരോഗ്യ മേഖല എല്ലാം സംയുക്തമായി നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയാണ്. അതിന്റെ ഒരു ബോധവൽക്കരണം എന്നുള്ള രീതിയിലാണ് ഒരു പരിപാടി ഇന്നിവിടെ സംഘടിപ്പിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം. സുമേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ സനേഷ് കെ.പി. ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തെ ശക്തമായി തടയേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് വിശദീകരിച്ച അദ്ദേഹം, വിമുക്തി മിഷൻ മാതൃകയിൽ സേ നോ ടു ഡ്രഗ്സ്, സേ യെസ് ടു ലൈഫ് എന്ന ആപ്തവാക്യം മുറുകെ പിടിച്ച് മുന്നോട്ടു പോകേണ്ടതിന്റെ പ്രാധാന്യവും ഊന്നിപ്പറഞ്ഞു. ലഹരിക്ക് പകരം കായിക വിനോദങ്ങളിലും മറ്റ് പാഠ്യേതര വിഷയങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് ക്രിയാത്മകമായ ജീവിതശൈലി സ്വീകരിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്കൂള്, കോളേജ്, പൊതുജനങ്ങളുടെ ഒക്കെ ഇടയിൽ ഈ മറ്റ് വിമുക്തി ബോധവൽക്കരണ പരിപാടികളാണ്. അല്ലെങ്കിൽ ഇതിന് ലഹരിക്കെതിരെ ഏറ്റവും മികച്ച രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നിയമത്തിന്റെ കൂടെ തന്നെ ബോധവൽക്കരണം എന്ന ഒരു ആശയത്തോടു കൂടി, ആ ആശയത്തിൽ വഴി നമുക്ക് ഈ ലഹരിയിലേക്ക് വീണു പോകുന്ന യുവാക്കളെയും യുവതികളെയും ചെറുപ്പക്കാരെയും ഒക്കെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ അവരെ മറ്റ് മേഖലകളിലേക്ക്, സ്കൂളുകളിലെ കുട്ടികളെ സ്പോർട്സിലേക്ക് അവരെ താല്പര്യം വരുന്ന തരത്തിൽ സ്പോർട്സ് പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് മറ്റ് കലാപരിപാടികൾ, കുട്ടികൾക്ക് എഴുതാനും വായിക്കാനും മറ്റ് കഥകൾ വായിക്കുന്നതിന്, ചിത്രരചനയ്ക്ക് വേണ്ടി അങ്ങനെ ഒരുപാട് അവരുടെ മനസ്സ് ഈ ലഹരിയിലേക്ക് പോകുന്നതിന് പകരം മറ്റ് സാധനങ്ങളിലേക്ക് അവരുടെ താല്പര്യങ്ങൾ, മറ്റു പഠനം ഉൾപ്പെടെ പാഠ്യേതര വിഷയങ്ങളിൽ കൂടുതൽ താല്പര്യം വരുന്ന തരത്തിലുള്ള ഒരു മിഷൻ പരിപാടി ആ വിമുക്തി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി. ഷൈമ, ആരോഗ്യ വിദ്യാഭ്യാസ ചെയർപേഴ്സൺ പി.ഡി. മനീഷ, മെമ്പർമാരായ അജയൻ പായം, കെ. വേലായുധൻ, അഡ്വക്കേറ്റ് മനോജ് കണ്ടത്തിൽ, ബ്ലോക്ക് സെക്രട്ടറി എം. പൊന്നപ്പൻ എന്നിവർ പരിപാടിയിൽ സംസാരിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി. നൌഷാദ് നന്ദി പറഞ്ഞു. പ്രൈം വിഷൻ ന്യൂസ്, ഇരിട്ടി.